പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ആത്മീയ ജീവിതം വലിയ ഒരു യുദ്ധമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം, അല്ലെങ്കിൽ ആത്മാവും ശരീരവും തമ്മിലുള്ള ഒരു യുദ്ധം. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ പറയുകയാണ്, ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തത്തക്ക വിധം പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്താതിരിക്കട്ടെ. അപ്പോൾ പാപത്തിന് നമ്മളെ ഭരിക്കാനായിട്ട് സാധിക്കും, തിന്മയ്ക്ക് നമ്മെ ഭരിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ്ലീഹ പറയുകയാണ്, പാപം നമ്മളെ ഭരിക്കാതിരിക്കട്ടെ. അപ്പോൾ സത്യത്തിൽ ആരാണ് നമ്മെ ഭരിക്കേണ്ടത്? നന്മയും തിന്മയും തമ്മിലുള്ള യുദ്ധത്തിൽ, ആത്മാവും ശരീരവും തമ്മിലുള്ള യുദ്ധത്തിൽ ആരാണ് വിജയിക്കുക? നമുക്കറിയാം, ശക്തിയുള്ളവർ വിജയിക്കും. ആത്മാവിന് ശക്തിയുണ്ടെങ്കിൽ ശരീരത്തെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. വിശുദ്ധ റീത്ത പുണ്യവതി പ്രകാരം പറയുകയാണ്, ശരീരം ചോദിക്കുന്നതെന്തും ശരീരത്തിന് കൊടുത്തുകൊണ്ടിരുന്നാൽ അത് ആത്മാവിൻ്റെ പ്രചോദനങ്ങളോട് മറുതലിക്കും. പിന്നെ ആത്മാവിന് ജ്വലിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മാവ് ശക്തമാണെങ്കിൽ ശരീരത്തെ കീഴ്പ്പെടുത്തി ശരീരത്തിൻ്റെ മേൽ ആത്മാവിന് ഭരണം നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ ഉള്ളിൽ ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ ശരീരത്തെ കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കും. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്ന ഒരു വചനമുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായം 21-ാം തിരുവചനത്തിൽ പറയുകയാണ്, നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്നിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. അവിടെ ഈ ഒരു യുദ്ധമാണ്, നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധമാണ് നാം അവിടെ കാണുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുക. ആത്മാവിനെ ശക്തിപ്പെടുത്തി ശരീരത്തിൻ്റെ മേൽ ഭരണം ഏറ്റെടുക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ മേൽ നമുക്ക് വിജയം നേടാനായിട്ട് സാധിക്കും. യേശു നമുക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. റോമാക്കാർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 14-ാം തിരുവചനത്തിൽ പറയുകയാണ്, പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല, കാരണം നിങ്ങൾ നിയമത്തിന് കീഴിലല്ല, കൃപയ്ക്ക് കീഴിലാണ്. യേശു നൽകുന്ന വലിയൊരു വാഗ്ദാനമാണത്. ആ യേശുവിൻ്റെ വാഗ്ദാനം നമുക്ക് സ്വീകരിച്ചുകൊണ്ട് ഉദാശകളിലൂടെ, വചനങ്ങളിലൂടെ നമ്മുടെ ആത്മാവിനെ നമുക്ക് ശക്തിപ്പെടുത്താം. ആത്മാവ് നമ്മെ ഭരിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.